അതുപോലെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നതാണ് കട്ടിൽ, എണീച്ച് ഉടുപ്പിട്ട് റെഡിയായി നിയമസഭയിൽ പോകുന്നതാണ്. ഇവിടെ വരുമ്പം ഒരു പ്രിപ്പറേഷനും ഇല്ല, വെച്ചടിച്ച് ആരെങ്കിലും ആക്രമിക്കാനാണ് ചാൻസ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ ആക്രമിക്കുമായിരുന്നു, ഒരു മയമില്ലാതെ. സാറ് പറഞ്ഞ പാട്ട് പാടിയിട്ട് ഒന്നുമില്ല, നേരിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയാണ്. അതുപോലെ ആര്യാടൻ സാറ് പഠിച്ചങ്ങ് മിടുക്കനാണെന്ന് പറയുന്നത് ആര്യാടൻ സാറിന് അറിയാത്ത കാര്യമില്ല. അത് ഈ ഗൗരിയമ്മ മന്ത്രിസഭായോഗം നടത്താനൊക്കത്തില്ല. കാരണം ഗൗരിയമ്മയും ആര്യാടൻ സാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മന്ത്രിസഭ നടക്കത്തില്ല. കാരണം അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ ഒട്ടും പറയണ്ട. ഇവർ മൂന്നുപേരും തർക്കിച്ച് കഴിയുമ്പോഴത്തേക്കും മന്ത്രിസഭ 4-5 മണിക്കൂർ ഒരു മന്ത്രിസഭ നീണ്ടുപോകും. അങ്ങനത്തെ തർക്കങ്ങളാണ് ഇവർ തമ്മിൽ. ഇവർക്കറിയാത്ത കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഈ എന്ന് മാത്രമല്ല, ഇവർ പറയുന്ന അംഗീകരിക്കാതെ ഇവർ എണീറ്റ് പോകത്തുമില്ല. മാണിസാറിൻ്റെ വേറെ നയം എന്ന് പറഞ്ഞാൽ ഈ ശക്തരാൻ കൗളുണ്ട് മാണിസാറിൻ്റെ. അത് കഴിഞ്ഞാൽ മാണിസാറിന് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ മാണിസാർ ഒരു ചുമയും ഒരു വേലയുണ്ട്. അപ്പം നമുക്കറിയാം മാണിസാറ് എന്താ ആലോചിക്കുകയാണ്. ഈ ആലോചിക്കുന്ന സമയം കൊണ്ട് അടുത്ത എന്തെങ്കിലും ബുദ്ധി മാണിസാറിന് കിട്ടും, അത് മാണിസാർ അടിക്കും. ഇതിലേറ്റവും രസകരമായ ഒരു സംഭവം, ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ ശരിയല്ല, ഒരുപാട് കുഞ്ഞുമോൻ പറഞ്ഞ കണക്ക് ഒരുപാട് തലമുറകളോടൊപ്പം നമുക്കിരിക്കുക. 25 വർഷത്തിനിടയിൽ ഒരുപാട് വ്യക്തികളെ, പിന്നെ ജോസഫ് സാറിനെ പോലെ ഇത്രയും മുതിർന്ന ആളുകളുമായിട്ട് ഇന്നും അദ്ദേഹത്തെ പോലെ നേതാക്കന്മാരോട് നമുക്ക് ഇരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, സിനിമാ നടനായ ഞാൻ അങ്ങനെ ഇരിക്കാനൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ എനിക്ക് തന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം എത്ര വലിയ വ്യക്തികളായിട്ട്, അത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെങ്കിലും AK ആൻ്റണി സാറിനോടൊപ്പം ആദ്യത്തെ മന്ത്രിസഭ ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് എല്ലാവരും ഇങ്ങനെ എന്നെ ഒരു ഇത് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആൻ്റണി സാർ പറഞ്ഞു, ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എന്നെ കിട്ടുന്ന ആദ്യത്തെ കോംപ്ലിമെൻ്റാണ് കേട്ടോ, ഉള്ള കാര്യം പറയാം. എൻ്റെ അച്ഛനും അമ്മയും ആരും എന്നെ കോംപ്ലിമെൻ്റ് ചെയ്യില്ല. പഠിക്കുന്ന കാലത്ത് സാറന്മാർ പോലും ഒരു മിടുക്കനായ വിദ്യാർത്ഥി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കോംപ്ലിമെൻ്റ് എനിക്ക് തരുന്നത് നല്ലൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ശ്രീ AK ആൻ്റണിയാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ല. കുഞ്ഞോൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അത് AK ആൻ്റണി എന്ന മനുഷ്യൻ്റെ ഒരുപാട് കാര്യം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത, അതൊക്കെ വളരെ അത്തരം വ്യക്തികളോടൊപ്പം നമ്മൾക്ക് ജീവിതത്തിൽ ഒരുമിച്ച് ഒരു നിയമസഭയിൽ ഇരിക്കാനും പ്രവർത്തിക്കാനൊക്കെ അവസരം കിട്ടിയെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുപോലെ കോടിയേരി ഇത്രയും വെൽ സ്റ്റഡീഡായിട്ട് നമ്മളൊരു കോടതിയിൽ വക്കീൽ, ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീൽ കോടതിയിൽ വാദിക്കുന്ന പോലെ ടു ദ പോയിന്റ് മാത്രം, ഒരു സ്ഥലത്ത് കാട് കയറില്ല. ഇങ്ങനെ എഴുന്നേറ്റം കൊണ്ടൊന്ന് പതുക്കെ തുടങ്ങുമ്പോൾ നമ്മൾ എന്തിനോ ഒരു തുണ്ട് കടലാസ് കൊണ്ട് കയറുന്നു. പക്ഷേ 1, 2, 3 എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയുന്ന കാര്യം വാദിച്ച് സാധിക്കും. അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി എത്ര വലിയ വെട്ടിക്കൊണ്ട് ചടിച്ചാൽ അവസാനം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവസാനം ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ഈ ഫോട്ടോസ്റ്റാറ്റ് എവിടെ നിന്നാണെന്ന് എനിക്ക് ഇന്നൊരു മനസ്സിലായി. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, അവസാനം ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ എടുക്കും, അതിൽ പ്രതിപക്ഷത്തെ അടിച്ചങ്ങിരുത്തും. ഈ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇത് ആര് കളക്ട് ചെയ്ത് കൊടുക്കുന്നോ, എവിടെ നിന്ന് എടുത്തു വെച്ചെന്ന് ഇതിങ്ങനെ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ വീണു മുക്കി മൂളിയൊക്കെ നിൽക്കുകയാണ്, ഒന്നും പറയാനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവസാനം ഒരു ഫോട്ടോസ്റ്റാറ്റ് അങ്ങ് എടുക്കും. ഈ ഫോട്ടോസ്റ്റാറ്റിൽ ആളെ വീഴ്ത്തും. അപ്പം അത്ര ഷാർപ്പായിട്ട് അത് ശ്രീ ഉമ്മൻചാണ്ടി സാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരുടെ രീതി ഞാൻ പറയണം, ഓരോ രീതിയിലാണ്. ജോസഫ് സാറിന് ചോദിച്ചാൽ സാറ് കറക്റ്റായിട്ട് ക്ലാസ് എടുത്തു തരും. മാണി സാർ ഈ പറഞ്ഞതൊക്കെ ശക്തരാൻ കൗൾ, അങ്ങനെ മാണി സാറിൻ്റെ ബഡ്ജറ്റ്, അതാണ് ആ തമാശ പറഞ്ഞ് ഞാനിത് നിർത്താം. ഞാനിത് തമാശയായിട്ട് പറയുന്നതാണ്, നടന്ന സംഭവമാണ്. ഈ മാണി സാറിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടാത്ത ലോകത്ത് ഒരാളേ ഉള്ളൂ, അതൊരു അത്ഭുതമാണ്. ഞാനാണ്. UDF വിട്ടിട്ട് LDFിലും ആയില്ല, UDFിലും ആയിരിക്കുമ്പോൾ രാവിലെ സഭയിലോട്ട് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ബഹളമാണ്, LDFിൻ്റെ ബഹളം നടക്കുകയാണ് വെളിയിലെല്ലാം. അപ്പം ഞാൻ പിന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടു, ഞാനൊരു MLA ആണ്, എനിക്ക് സഭയിൽ പോകണം. അങ്ങനെ എന്നെ സഭയിലെത്തിച്ചു. അങ്ങനെ സഭയിലെത്തി ഞാൻ അവിടെ ഇരിക്കുകയാണ്, അവിടെ ഫ്രണ്ട് റോയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ബഹളം അങ്ങ് ആരംഭിച്ചു. മാണി സാറിൻ്റെ സീറ്റ് പുറമോട്ട് ഷിഫ്റ്റ് ചെയ്തു. മാണി സാർ അവിടെ നിന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് സ്പീക്കറെ ചെയറിലേക്ക് കയറുന്നു. ഭയങ്കര ബഹളങ്ങളാണ്. ഈ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പം ഞാനാണ് കാഴ്ചക്കാരൻ. എൻ്റെ നടുവിൽ അങ്ങുമില്ല ഇങ്ങുമില്ല. എനിക്ക് ഈ നടന്ന മോൻസ് പറഞ്ഞ എനിക്ക് മാണി സാറിനെ രക്ഷിക്കാൻ മോൻസ് പാർട്ടികളും മാണി സാറിനെ പിടിക്കാൻ കുഞ്ഞുമോനും പാർട്ടികളും, ഇവർ 2 വശവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനിടയിൽ ഒന്നും അറിയാത്ത ആളിനെ പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഈ കാഴ്ച. അവിടെ ഫുട്ബോൾ കളിക്കുന്നു, ഇങ്ങോട്ട് പന്തടിക്കുന്നു, അങ്ങോട്ട് പന്തടിക്കുന്നു, ഒരാൾ അങ്ങോട്ട് ഓടുന്നു, ഒരാൾ മേശയുടെ മേളിൽ കൂടെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവൻകുട്ടിയേട്ടൻ തലയിറങ്ങിയും വീണു. ക്ഷീണിച്ച് തലയിറങ്ങിയും വീണു. ശിവൻകുട്ടിയേട്ടൻ താഴെ വീണതോടുകൂടി ശിവൻകുട്ടിയേട്ടനെ പെട്ടെന്ന് ഈ വാച്ചാൻപാടെല്ലാം കൂടെ എടുത്തിട്ട് ഈ വാച്ചാനാടിന് ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇദ്ദേഹം MLA ആണ്, ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം, ആശുപത്രി കൊണ്ടുപോകണോ, താഴെ കിടത്തണോ, മേളിൽ കിടം, തറയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എടുത്തു പൊക്കി വെക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ ഈ വാച്ചാൻപാട് എൻ്റെ മുമ്പിൽ കൂടെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്, എവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ. ഇവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ മേശയുടെ പുറത്ത്, അങ്ങനെ മേശപ്പുറത്ത് വെച്ച ആദ്യത്തെ MLA ആയി ശിവൻകുട്ടിയേട്ടൻ മാറുകയാണ്. കേരള നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ആദ്യത്തെ MLA ആയി ശിവൻകുട്ടിയേട്ടൻ മാറി. പറഞ്ഞല്ല, അവരൊരു കൺഫ്യൂഷൻ, അവരെ പാവങ്ങൾ അവരെ നോക്കിയാണ്. അവരിങ്ങനെ ഇവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞ് അവർ നേരെ തറയെ കിടത്തിട്ടല്ലോ എന്ന് ചോദിച്ചു മേശയുടെ പുറത്ത് വെച്ചു. അങ്ങനെ മേശപ്പുറത്ത് വെച്ച് ആദ്യത്തെ MLA അദ്ദേഹം മാറി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആ ദിവസത്തെ ഭയങ്കര രസകരമായ സംഭവങ്ങളായിരുന്നു. എല്ലാത്തിൻ്റെയും ഒരു സാക്ഷി ഞാനാണ്. പക്ഷേ ഒരു കേസിലും എന്നെ സാക്ഷിയായിട്ട് വെച്ചില്ല, ഭാഗ്യം, രക്ഷപ്പെട്ടു.
അത്തരത്തിലുള്ള ഒരുപാട് ബഹളങ്ങൾ നടക്കാറുണ്ട്. ഈ വാച്ച് ആൻഡ് വാർഡ് വർഷങ്ങൾക്ക് മുമ്പേ ഈ സ്പീക്കർ അടുത്തേക്ക് റഷ് ചെയ്ത് കയറുമ്പോൾ തടയാൻ വേണ്ടി വാച്ച് ആൻഡ് വാർഡ് നടന്നു. അങ്ങനെ ജി കാർത്തികൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രയോഗിച്ചു. ഇനി എന്നെ അടിച്ചാലും വേണ്ടിയില്ല, വാച്ച് ആൻഡ് വാർഡിനെ അകത്തോട്ട് കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അടവ്, അതൊരു വേറൊരു അടവ് നമ്മൾ കണ്ടിട്ടുള്ള. ഈ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വാച്ച് ആൻഡ് വാർഡിന് വേറൊരു അടവ് അദ്ദേഹത്തിൻ്റെ വകയായിട്ട്. ഇനി എന്നെ അടിച്ചാലും കുഴപ്പമില്ല, വാച്ച് ആൻഡ് വാർഡ് അകത്ത് കയറുന്നില്ല, നിങ്ങൾ എനിക്ക് കയറി പോരെന്ന് പറഞ്ഞു. അപ്പോൾ ആരും കയറില്ല. അങ്ങനെയായി. ഈ അടുത്ത കാലത്ത് ഷംസീർ, ഇപ്പോഴത്തെ സ്പീക്കർ, അദ്ദേഹം ഇത് വിശ്വസിച്ചിരിക്കുമ്പോൾ കാണാം കയറി വരുന്നു. അപ്പൊ പിന്നെ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കേണ്ടി വന്നു. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു രീതി മാറിയിട്ട് പെട്ടെന്ന് സ്പീക്കറുടെ അടുത്തേക്ക് ഇരച്ചു ചേർന്ന ഒരു സ്ഥിതി. കാരണം അതിനുശേഷം ഒരിക്കൽ പോലും സ്പീക്കർ നേരെ ഇരച്ചു കയറി. ഈ അടുത്ത കാലത്താണ് സ്പീക്കർ നേരെ ഇരച്ചു കയറുന്ന ഒരു സീൻ വീണ്ടും ഉണ്ടാവുന്നത്. അപ്പോഴും പിന്നെ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കേണ്ടി വന്നു. അത് ശരിക്കും പറഞ്ഞാൽ വാച്ച് ആൻഡ് വാർഡ് അത്തരം കാര്യങ്ങൾ സ്പീക്കറോടൊക്കെ, ചെയറിലിരിക്കുന്ന സ്പീക്കറോടൊക്കെ അത്തരം ഒരു ആക്രമണത്തോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. ഞാനങ്ങനെ ചെയ്യത്തുമില്ല. അത് വേറെ കാര്യം. ഇനി വന്നാലും ചെയ്യത്തില്ല. അതൊരു ശരിയുള്ള കാര്യമല്ല. സ്പീക്കർ സഭയുടെ നാഥനാണ്. അദ്ദേഹം നയിക്കുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അനുസരിച്ചിരിക്കേണ്ടവരാണ് നമ്മൾ. അധ്യക്ഷനാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഒബേ ചെയ്ത് നമ്മളെ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ അത് ശരിയുള്ള കാര്യമല്ല. കാരണം അന്ന് നിന്നതാണ്. അന്ന് ശ്രീ ജി കാർത്തികേയൻ അവസാനിപ്പിച്ചാണ്. അതുപോലെ പറയാതിരിക്കാൻ പറ്റാത്തത് ശ്രീ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരിക്കുമ്പോഴാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴത്തെ സ്പീക്കർ എൻ ഷംസീറിൻ്റെ ഒരു വിശാലമായ മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിറ്ററി ഈ ഒരു ഫെസ്റ്റൊക്കെ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഇവിടെ കയറിയിരിക്കാൻ പറ്റുന്നത്. ശ്രീ വക്കം പുരുഷോത്തമൻ സാറായിരുന്നു ഇതിൻ്റെ സ്പീക്കറെങ്കിൽ ഈ ഗേറ്റിൽ നിന്നൊരു 300 മീറ്റർ ദൂരെ നമ്മൾ നിൽക്കേണ്ടി വന്നത്. MLA-മാരല്ലാതെ, MLA-മാരെ PA-മാർക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും ഈ കോമ്പൗണ്ടിലോ MLA ഹോസ്റ്റലിലോ കോമ്പൗണ്ടിലോ കയറാൻ അനുവാദമില്ലായിരുന്നു. പട്ടാള ചിട്ടയായിരുന്നു. പട്ടാള ഭരണം, നിയമസഭയിൽ പട്ടാള ഭരണം ഏർപ്പെടുത്തി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിനെതിരെ അവിശ്വാസമൊക്കെ വന്നു. ഈ ഓർമ്മയുണ്ട്, അന്ന് അവിശ്വാസമൊക്കെ വന്നു. കാരണം അദ്ദേഹം ഒരു മയമില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹം യേസ് എന്ന് പറയും. കാരണം എണ്ണീറ്റ് നിൽക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, സാർ എന്നാൽ പിന്നെ ഞാനങ്ങ് ഇരിക്കാം, സാർ യെസ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്നേ ഉള്ളൂ. അപ്പം തന്നെ ഇദ്ദേഹം യേസ് ശ്രദ്ധിക്കുന്നില്ല. ആളെ ഇരുത്തുക എന്നുള്ളതാണ്. പെട്ടെന്ന് തീർക്കുക. 1.5 മണിക്ക് മുമ്പേ, 1 മണിക്ക് മുമ്പേ അദ്ദേഹം ഇത് തീർക്കും. കാരണം 1 മണിക്ക് അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ പോകണം. അപ്പം അതിനു മുമ്പ് ഇനി എന്ത് പ്രക്ഷോഭം ഉണ്ടായാലും 1 മണിക്ക് മുമ്പേ അദ്ദേഹം ഒതുക്കും. വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അത് പറഞ്ഞാൽ നിർത്താം, ഇതൊക്കെ ചിരിക്കാനും സന്തോഷമുള്ളതിന്, സൗഹൃദങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. നിയമസഭയ്ക്കുള്ളിൽ വളരെ നല്ല സൗഹൃദം. കുഞ്ഞുമോൻ പറഞ്ഞു, അന്ന് നമ്മളൊക്കെ വരുന്ന കാലത്ത് ഒരു സംഘം തന്നെയുണ്ട്. കുഞ്ഞുമോനെ, പിന്നെ ജോണി നെല്ലൂരും, ഷിബു ബേബി ജോൺ, ഇങ്ങനെ ഒരു വലിയ കൂട്ടുകാരുടെ ഒരു സംഘം, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പ്രതിപക്ഷ ഭരണപക്ഷത്ത് ഒരു വലിയ സംഘമുണ്ട്. അവരുടെ ചില പൊട്ടിച്ചിരികളും തമാശകളൊക്കെ. ഇപ്പം അതില്ല കേട്ടോ. തമാശ സൂക്ഷിച്ച് പറയണം. മുകേഷ് നിയമസഭ എന്നോ ഞാൻ പറഞ്ഞു, മുകേഷെ, സിനിമയിരുന്ന് പറയുന്ന കണക്ക് ഇവിടെ ഇരുന്ന് തമാശയൊന്നും പറയരുത്. ചിലർ വലിയ കുഴപ്പമാണ്. കേട്ടുകൊണ്ട് പോയിട്ട് പത്രസമ്മേളനം വിളിച്ചേച്ച് മുകേഷ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് പറയും. തമാശ ഈ കോളേജിൽ പഠിച്ചപ്പോഴുള്ളൊരു തമാശയായിരിക്കും മുകേഷ് പറയുന്നത്. അതിൻ്റെ അർത്ഥം മാറിപ്പോവും. തമാശ മനസ്സിലാവാത്തവർ, വളരെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്ന തമാശ മനസ്സിലാകാതിരിക്കുക, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ആ തമാശ മനസ്സിലാവാത്തവർ, സൗഹൃദമില്ല. ഞാൻ വളരെ നല്ല സൗഹൃദം. ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും നല്ല കുഞ്ഞുമോനുമായിട്ട് എനിക്ക് എൻ്റെ അനിയനെ പോലെ സൗഹൃദമുണ്ട്. അന്നും ഇന്നും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആ കൂട്ടത്തിലുള്ളൂ. പിന്നെ അന്ന് വന്നവരിൽ പിന്നെ ഞാൻ നമ്മുടെ സ്പീക്കർ എൻ ഷംസീറുമായിട്ട് ഒരു വലിയ ആത്മസൗഹൃദം, ഒരു ആത്മബന്ധം, ഒരു സഹോദരനെ പോലുള്ള ബന്ധം ഞാൻ വെച്ചുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ സുമേഷ്, ഇങ്ങനെ കുറച്ച് MLA-മാരുണ്ട്. അവർ മാത്രമാണ് ഇപ്പം സൗഹൃദം നിലനിർത്തുന്നത്. നമ്മുടെ ഇദ്ദേഹം PK ശശി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പം MLA അല്ല. ഇവരൊക്കെ നല്ല സൗഹൃദം നിലനിർത്തിയിരുന്നവരാണ്. ഈ ജോണി നെല്ലൂര്, ഷിബു ബേബി ജോണ്, ഇവരെല്ലാം നല്ല ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂടി. ഇപ്പോഴിത് കുറഞ്ഞു വന്നിട്ട് എല്ലാവരും അവരവരെ വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. അത് മാറണം. ഇതിനകത്ത് വരുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പരസ്പരം ആരും സംസാരിക്കുന്നുമില്ല. അത് വളരെ വേദന തോന്നാറുണ്ട് എനിക്ക്. കാരണം വെച്ചാൽ വളരെ പറയും. നമുക്ക് പഴയ നിയമസഭയിൽ സാറ് നമ്മുടെ ഈ അടിയന്തര പ്രമേയം കഴിഞ്ഞാൽ നിയമസഭയുടെ പുറകിൽ ഇപ്പോഴത്തെ നമ്മുടെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം വന്ന് കണ്ടിട്ട് പോകാവുന്ന വിധത്തിലാണ്. മറ്റത് MLA-മാർ മാത്രം സഭയുടെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഇരിക്കാവുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. എല്ലാ സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ ഈ അടിയന്തര പ്രമേയം സഭയിലെ ആദ്യത്തെ ഒരു ബിസിനസ് തിരക്ക് കഴിയുമ്പം അവിടെ എല്ലാവരും വലിപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാവുന്നുണ്ട്. എന്തോ ഒരു തമാശ പറഞ്ഞു. അവിടെ ഒരുപാട് തമാശകളും എന്തൊരു ആരോഗ്യം, സത്യത്തിൽ MLA-മാരുടെ ആരോഗ്യം തന്നെ ഭയങ്കരമായി പുഷ്ടിപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അത് ഇങ്ങനെ ഉച്ച വരെ അത് നിൽക്കും. അവിടെ വന്നിരുന്ന് അടിക്കുന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് അവിടുന്ന് ആ സഭാമന്ദിരത്തിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അത് പരിപൂർണ്ണമായിട്ട് അങ്ങ് അവസാനിച്ചു പോയെന്നുള്ളതാണ്.
ഇവിടെ കുറച്ച് 2001 കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞ് തീരെ ഇല്ലാതായിരിക്കണം കേട്ടോ. ഈ കുഞ്ഞോൻ പറഞ്ഞതുപോലെ അപ്പോഴേ സ്ഥലംപടിയാണ്. ആളുകൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യ. പിന്നെ ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കാൻ ആളില്ല, കേൾക്കാൻ ആളില്ല. അങ്ങനെ ഒരു സൗഹൃദമില്ലായ്മ വരുന്നുണ്ട്. അത് കാലത്തിന്റെ മാറ്റമാണോ നാട്ടിലും ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വന്നിട്ട് നമ്മൾ ഈ മൊബൈലിനാണ് കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരിയും കൂട്ടുകാരനും എല്ലാം മൊബൈലാണ്, ഫേസ്ബുക്കാണെന്ന് ചിന്തിക്കുന്ന ലൈനിൽ പോകുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ നല്ല സൗഹൃദങ്ങൾ, നല്ല സ്നേഹങ്ങൾ, നല്ല ബന്ധങ്ങൾ അതൊരു കുടുംബ ബന്ധം പോലെയാണ്. ഞാൻ തൊടുപുഴയിൽ ഷൂട്ടിംഗ് ചെല്ലുമ്പോൾ സാറിൻ്റെ വീട്ടിൽ അന്വേഷിച്ച് ചെല്ലും. അത് ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളത് വളരെ ദുഃഖമുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ ഒരു അനുഭവം, നമ്മൾ രസകരമായ അനുഭവങ്ങൾ. സാറിന് ചിത്രയുടെ പാട്ട് കേട്ടിട്ടേ പോവുള്ളൂ. സാറിന് പറയായിരുന്നു, സാറിൻ്റെ വൈഫ് എപ്പോഴും ചിത്രയുടെ പാട്ടിൽ കാർമുകിൽ വന്നൻ്റെ ചുണ്ടിൽ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ കരയുമായിരുന്നു സ്നേഹം കൊണ്ട്. എത്ര കേട്ടാലും ഇത് കേൾക്കുന്ന സമയത്ത് ആര് ശല്യം ചെയ്യാൻ പാടില്ല, അത്ര ഇൻവോൾവ്മെൻറ്റോടെ കേൾക്കുമായിരുന്നാണ്. സാറ് പാട്ടുകാരൻ മാത്രമല്ല, പാട്ടിനെ ഒരു ചിത്രയുടെ പാട്ട് സാറ് വന്നത് 25 വർഷം പിന്നിട്ട് MLA-മാരെ ചർച്ചയിൽ പങ്കെടുക്കാനൊന്നുമല്ല, ചിത്രയുടെ പാട്ട് കേൾക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലായി. വന്നിരുന്നപ്പോഴെന്ന് പറഞ്ഞു ചിത്രയുടെ പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി വന്നത് ഇതിനല്ല, പിന്നെ നേരത്തെ വന്നു എന്നുള്ളത്. ഞങ്ങളെ കൂടെ പരിഗണിക്കാൻ വേണ്ടി അദ്ദേഹം, ഇത്രയും മുതിർന്ന നേതാവായ ജോസഫ് സാർ ഞങ്ങളെ കൂടി പരിഗണിക്കാൻ വേണ്ടി ഒന്ന് നേരത്തെ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഉദ്ദേശം ചിത്രയുടെ പാട്ട് തന്നെയാണ്. അപ്പോൾ ഇനി ചിത്രയുടെ പാട്ടിലേക്ക് പോവാം. നമുക്ക് സന്തോഷത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇത്തരത്തിലൊരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്ന ബഹുമാനായ സ്പീക്കർ AN ഷംസീറിനോടും നിയമസഭാ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തോടും നിയമസഭയിലെ ഇതിൻ്റെ മുഴുവൻ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങളോടും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.